കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം മിസ്സാണ്. ഇതിന്റെ കൂട്ടത്തിൽ എല്ലാവരും നിങ്ങളെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതിനൊക്കെ ഏറ്റവും കൂടുതൽ എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൂടെ എപ്പോഴും ഞങ്ങൾ ഉണ്ടായിരിക്കും, സൈലം ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നമ്മൾ മാത്സിൽ ഒരു കുഞ്ഞു കാര്യം ഞാൻ ഇന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. അപ്പൊ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇനി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പോകുന്ന ഏറ്റവും എളുപ്പത്തിൽ മക്കൾക്ക് പഠിക്കാൻ പറ്റുന്ന മെഷർമെന്റ്സിനെ കുറിച്ചാണ് ഇപ്പം ജസ്റ്റ് ഞാൻ പറയുന്നത്. സോ നല്ല അടിപൊളിയായിട്ട് തന്നെ മക്കളെ എല്ലാവരും ബോർഡിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് യൂണിറ്റുകൾ നിങ്ങൾക്ക് ബോർഡിൽ കാണാം. ഓക്കെ, അപ്പൊ മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും എൻ്റെ കുട്ടികൾ എല്ലാവരും. എന്താണ് നമ്മൾ സ്കെയിലൊക്കെ എടുക്കുവാണെങ്കിൽ ആ സ്കെയിലിൽ ഏറ്റവും ചെറിയ കുഞ്ഞു ലൈൻസ് കാണാം അല്ലേ, അതിന് നമ്മൾ മില്ലിമീറ്റർ എന്ന് വിളിക്കുകയായിരുന്നു. അങ്ങനെ 10 മില്ലിമീറ്റർ ചേർന്നാലാണ് നിങ്ങൾക്ക് സ്കെയിലിലൊക്കെ കാണുന്ന 1 സെന്റിമീറ്റർ ആയിട്ട് മാറുന്നത് അല്ലേ. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, അതിനേക്കാൾ വലിയ യൂണിറ്റ് മീറ്റർ ആണ്. സോ ഏറ്റവും ചെറിയ ദൂരത്തിന്റെ ഡിസ്റ്റൻസിന്റെ ഒക്കെ യൂണിറ്റുകളായിട്ടാണ് നമ്മൾ മില്ലിമീറ്ററിനെ പറയാ. അതിനേക്കാൾ വലുതാണ് സെന്റിമീറ്റർ, അതിലും വലുതാണ് മീറ്റർ, ഏറ്റവും വലുതായിട്ട് നമ്മൾ പറയുന്ന ദൂരമാണടാ കിലോമീറ്റർ ഒക്കെ. അപ്പൊ ഇത്ര ദൂരം, ഇത്ര കിലോമീറ്റർ പോവുകയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഈ കിലോമീറ്ററും മീറ്ററും ഒക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ തരത്തിലുള്ള യൂണിറ്റുകളാണ്, എത്രയൊക്കെയാണ് ആ യൂണിറ്റുകൾ ഉള്ളത് നോക്കാം. അപ്പൊ 10 മില്ലിമീറ്റർ ചേർന്നാൽ ഒരു കുഞ്ഞ് സെന്റിമീറ്റർ ആവും അല്ലെ. അതുപോലെ 100 സെന്റിമീറ്റർ ചേർന്നാൽ, നമ്മളെ സ്കെയിൽ സാധാരണ ഒരു കുഞ്ഞ് സ്കെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് 15 സെന്റിമീറ്റർ ഉണ്ടായിരിക്കുള്ളൂ. കുറച്ചുകൂടി വലിയ സ്കെയിൽ ആണെങ്കിൽ 30 സെന്റിമീറ്ററിന്റെ സ്കെയിലൊക്കെ കാണാം അല്ലെ. അതുപോലെ 100 സെന്റിമീറ്റർ ചേർന്ന് കഴിഞ്ഞാൽ 1 മീറ്റർ ആവും. എത്രയാടാ? 1 മീറ്റർ. ഈ 1 മീറ്റർ എന്ന് പറയുന്നത് വീണ്ടും 1000 മീറ്റർ കൂടി ചേർന്നാലാണ് നമ്മൾ അതിനെ 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു യൂണിറ്റ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യമേ ഒന്ന് നിങ്ങളെ നോട്ട്ബുക്കിൽ ഒന്ന് സെറ്റാക്കി വെച്ചോളാം. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മൾ ബോർഡിൽ കാണുന്ന പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഇത് പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കിക്കുക. എന്താണ്? നീനയുടെ സ്കൂൾ നീനയുടെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ്. ഓക്കെ, അത് എത്ര സെന്റിമീറ്റർ ആണെന്ന് പറയാമോ? അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, കിലോമീറ്ററിനെ സെന്റിമീറ്റർ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം, കിലോമീറ്ററിനെ ഞാൻ സെന്റിമീറ്റർ ആക്കി മാറ്റണം. അപ്പൊ പുറകിലേക്കാണ് ഞാൻ പോകേണ്ടത് അല്ലെ. ഓക്കെ, അപ്പൊ നല്ലോണം ശ്രദ്ധിക്കുക. നീനയുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് 2 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ ഈ ഒരു ദൂരത്തിനാണ് 2 കിലോമീറ്റർ അല്ലടാ, ഈ ദൂരമാണ് 2 കിലോമീറ്റർ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാല് 1000 മീറ്റർ ആണ് അല്ലേടാ, 1000 മീറ്റർ ആണ്. പക്ഷെ നമ്മൾ മീറ്ററിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത്? അല്ല, സെന്റിമീറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ ആദ്യം അതിനെ മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണേ. അപ്പൊ 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആയിരിക്കും എടാ? യെസ്, 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ. അപ്പൊ 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 2000 മീറ്റർ ആയിരിക്കില്ലേ? യെസ്, 2000 മീറ്റർ ആയിരിക്കും. കഴിഞ്ഞോ? ഇല്ല, ഇനി ഇതിനെ നമുക്ക് സെന്റിമീറ്ററിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യണം. സോ ഞാൻ ഈ 2000 മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണേ. എനിക്ക് അറിയുന്ന ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. എന്താ? യെസ്, നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ് അല്ലേ. 1 മീറ്റർ 100 സെന്റിമീറ്ററാ. പക്ഷെ ഇവിടുത്തെ അളവ് 1 മീറ്റർ ആണോ? അല്ല, 2000 മീറ്റർ ആണ്. അപ്പൊ 2000 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? എത്ര വരും? യെസ്, 2000-നെ നമ്മൾ 100 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം അല്ലേ. അപ്പൊ 2000-നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എൻ്റെ കുട്ടികൾക്ക് 2 ലക്ഷം സെന്റിമീറ്റർ എന്ന് കിട്ടും. 2 ലക്ഷമാണേ. ഓക്കെ, അപ്പൊ 2 ലാക്ക് സെന്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇതേ നമ്മളെ ചോദ്യത്തിനുള്ള ആൻസർ ആണ്. നമുക്കറിയാം 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത് 2000 മീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ അത് 2 ലക്ഷം സെന്റിമീറ്റർ ആണ്. സോ നമ്മൾ കണ്ട യൂണിറ്റിനെ നമ്മൾ മാറ്റി എഴുതി. ഇപ്പൊ 2 കിലോമീറ്ററിനെ നമ്മൾ സെന്റിമീറ്ററിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്തു? 2 ലാക്ക് സെന്റിമീറ്റർ എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമ്മളെ ബാച്ചിൽ അവൈലബിൾ ആണ്. സോ ഓടി വന്ന് നമ്മളെ പ്രാണ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ ഇനി ആരെങ്കിലും നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ ആരെങ്കിലും പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടിക്കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ ഇനി നമുക്ക് പ്രാണ ബാച്ചിൽ വെച്ച് കാണാം. ബൈ ബൈ.